നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒന്ന് കെട്ടടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ല സർക്കാർ. അതിനുവേണ്ടി ക്രൈംബ്രാഞ്ചിനെ ഇറക്കി പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞത് അവിടെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ പോയി കാത്തുകെട്ടിക്കിടക്കുന്ന ക്രൈംബ്രാഞ്ചിനെയാണ്. എന്നാൽ ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ചിന് വലിയൊരു തിരിച്ചടി വന്നിരിക്കുന്നു എന്നുള്ള തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് പരാതിക്കാരി പറയാതെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് കിട്ടില്ല എന്നുള്ള വിവരമാണ്. സത്യത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പരാതിക്കാരിയല്ല, അവിടെ ഒരു തിരുത്തുണ്ട്. ഒരു ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും ചികിത്സാ രേഖകൾ പുറത്തേക്ക് കിട്ടണമെങ്കിൽ ആ ചികിത്സ തേടിയ വ്യക്തി അനുമതി കൊടുക്കണം ആശുപത്രിക്ക്. അത് നമ്മുടെ സ്വകാര്യത സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. പ്രൈവസി പോളിസിയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി ഒരു ചികിത്സ തേടിയാൽ നമ്മളുടെ ചികിത്സയുടെ വിശദാംശങ്ങൾ ഒരു പോലീസിനോ അന്വേഷണ ഏജൻസിക്കോ അത്ര എളുപ്പം ആശുപത്രി അധികൃതർ കൊടുക്കില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെട്ട് അതിൻ്റെ തെളിവെടുപ്പിൻ്റെ ഭാഗമാകണം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീക്കങ്ങളാവണം. ഇവിടെ ഒന്ന്, ചികിത്സ തേടിയ യുവതികളെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പോഴും ക്രൈംബ്രാഞ്ച് സംഘത്തിനില്ല. ഊഹാപോഹങ്ങൾ മാത്രമാണ്. അവിടെ ബംഗളൂരു ആശുപത്രിയിലെത്തി ഗർഭഛിദ്രം നടത്തി എന്ന് കരുതുന്ന യുവതികൾ, മലയാളി യുവതികൾ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലെത്തി ഗർഭഛിദ്രം നടത്തി അവർ മടങ്ങിപ്പോകുന്നു എന്നതാണല്ലോ ഇതിലെ അനുമാനം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച് ഗർഭിണികളാക്കിയ യുവതികളാണോ ബംഗളൂരിലെത്തിയത്? അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സംശയം. കേരളത്തിൽ നിന്ന് ബംഗളൂരിലെത്തി ഗർഭഛിദ്രം നടത്തുന്ന യുവതികളുടെയൊക്കെ ചികിത്സാരേഖകൾ വേണമെന്നാവശ്യപ്പെടാൻ നമ്മുടെ ക്രൈംബ്രാഞ്ചിന് എന്ത് അവകാശം? ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഊഹാപോഹങ്ങളാണല്ലോ. അത്തരം ഊഹാപോഹങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പായുന്നത്. അതും ഇന്നലെ നമ്മൾ കേട്ട വിചിത്ര സംഭവങ്ങളല്ലേ. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം നിരവധി പെൺകുട്ടികളെ ഗർഭിണികളാക്കിയെന്നും ഗർഭിണികളാക്കിയത് മാത്രമല്ല ഗർഭഛിദ്രം നടത്തിയെന്നും. അതാണ് അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. അപ്പോൾ പെൺകുട്ടികളെ പീഡിപ്പിക്കുക മാത്രമല്ല നിരനിരയായി ഗർഭഛിദ്രം കൂടി ചെയ്തു എന്ന ആരോപണമാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു കേട്ടത്. നമ്മൾ ചില വീഡിയോകളിൽ കണ്ടു 18ഓളം പെൺകുട്ടികളെ ഗർഭഛിദ്രം ചെയ്ത വ്യക്തി എന്നൊക്കെ ആരൊക്കെയോ പരിഹസിക്കുന്നതാവാം. എന്തായാലും ഒന്നിൽ കൂടുതൽ യുവതികളെ ഗർഭഛിദ്രം നടത്തി എന്ന് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ തന്നെയാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. മാതൃഭൂമി, റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ. ക്രൈംബ്രാഞ്ച് ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ക്രൈംബ്രാഞ്ചിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരമൊരു വാർത്ത നൽകിയത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പരാമർശമുണ്ടായിരുന്നു. ഗർഭഛിദ്രം നടത്തിയ ഒരു യുവതി, രണ്ടാമത് രാഹുൽ മാങ്കൂട്ടം, ആദ്യത്തെ രാഹുൽ മാങ്കൂട്ടം ഗർഭിണിയാക്കി ഗർഭഛിദ്രം നടത്തിയ ഒരു യുവതിയും അവരുടെ ഒരു ബന്ധുവും, വീണ്ടും രാഹുൽ മാങ്കൂട്ടം മറ്റൊരു യുവതിയെ ഗർഭിണിയാക്കിയപ്പോൾ അവരെ ഗർഭഛിദ്രം നടത്താനായി ബംഗളൂരുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് ഇന്നലെ പ്രചരിച്ച വലിയൊരു കഥ. ഇതിനെ നമുക്ക് കഥയെന്ന് പറഞ്ഞുകൂടാ. കാരണം ക്രൈംബ്രാഞ്ച് പുറത്തേക്ക് വിടുന്ന സൂചനകൾ എന്ന പേരിലാണ് ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഇന്ന് കൂടുതൽ ശക്തിയോടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു എന്ന വാർത്ത നമ്മൾ ഇന്നലെ കേട്ടു. ഇന്ന് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇതൊരു പ്രൈവസി, സ്വകാര്യതയുടെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ആശുപത്രി രേഖകൾ കൈമാറാൻ കഴിയില്ല. കർണാടക ഒരുപക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷം ചിലപ്പോൾ പ്രതികരിച്ചേക്കാം. എന്നാൽ ഇവിടെ ചില ഗൂഢാലോചനകൾ സംശയിക്കണം. കാരണം ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഒരു പരാമർശം നടത്തി. രാഹുൽ മാങ്കൂട്ടം വിഷയം അടഞ്ഞു എന്ന് നിങ്ങൾ കരുതേണ്ട, കൂടുതൽ ഞെട്ടിക്കുന്ന തെളിവുകൾ ഉടൻ പുറത്തു വരുമെന്ന്. ഈ MP ഗോവിന്ദൻ്റെ ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ ഗർഭഛിദ്ര കഥകൾ ഇന്നലെ പ്രചരിച്ചത്. അപ്പോൾ ഇതൊരു പാർട്ടിയുടെ ഏറ്റവും ഉന്നത നേതൃത്വം അറിഞ്ഞ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഇത്തരമൊരു വസ്തുതാപരമായ അന്വേഷണം നടത്തിക്കുന്നതാണോ എന്നൊരു സംശയം. മറ്റൊന്ന്, ഈ ഗർഭഛിദ്ര കഥകൾ കേരളത്തിൽ പ്രചരിച്ചു തുടങ്ങിയത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ചില ശബ്ദരേഖകളെ തുടർന്നാണ്. ഈ ശബ്ദരേഖകളുടെ ആധികാരികത ഒരു വിധത്തിലും തെളിയിക്കാൻ റിപ്പോർട്ടർ ചാനലിന് കഴിയുന്നില്ല എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. കേരളത്തിൻ്റെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടർ TVയോട് ഈ ശബ്ദരേഖയുടെ ഉറവിടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, ഈ ശബ്ദരേഖയ്ക്ക് ആധാരമായ വസ്തുതകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ വഴി കിട്ടിയതാണ് എന്ന മറുപടിയാണ് റിപ്പോർട്ടർ ചാനൽ കൊടുത്തത്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു MLAയുടെ ശബ്ദരേഖ തങ്ങളുടെ കയ്യിൽ ലഭിക്കുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തൊരു ഉത്തരവാദിത്തമാണ് അവർ കാട്ടുന്നത്. അതല്ല എങ്കിൽ ഈ ശബ്ദരേഖ
ശബ്ദരേഖയിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിനുടമയായ യുവതി ആര് എന്ന കാര്യത്തിൽ റിപ്പോർട്ടർ TV-ക്ക് ഉൾപ്പെടെ വ്യക്തത വേണം. അതില്ല. ഇരയെ ഞാൻ കണ്ടു എന്നാകെ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി പത്മ എന്നൊരു പത്രപ്രവർത്തകയാണ്. പക്ഷെ അത് ഏത് ഇരയാണ് എന്നവർ വ്യക്തമാക്കുന്നില്ല. അത് ശബ്ദരേഖയിൽ പറഞ്ഞ ശബ്ദം നമ്മൾ കേട്ട ഇരയാണോ, അതോ ഇനി ഇപ്പോൾ പറയുന്ന ഏകദേശം 1-ൽ കൂടുതൽ പെൺകുട്ടികൾ ഗർഭഛിദ്രം നടത്തിയെന്നല്ലേ? അപ്പോൾ ഇനി മറ്റേതെങ്കിലും യുവതികളെയാണോ ലക്ഷ്മി പത്മ കണ്ടത്? ലക്ഷ്മി പത്മ കണ്ട ആ യുവതി വല്ലാത്ത ട്രോമയിലായിരുന്നുവെന്നും ഗർഭഛിദ്രം നടത്തിയതുപോലും വളരെ അശാസ്ത്രീയമായ തലത്തിലാണെന്നും ലക്ഷ്മി പത്മ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ തുറന്നെഴുതി. ബംഗളൂരു പോലെ വളരെ പ്രശസ്തമായ സ്ഥലങ്ങളിലുള്ള ആശുപത്രികൾ ഇത്ര അശാസ്ത്രീയമായ ഗർഭഛിദ്രം നടത്തുമോ? അതോ ഇനി ആദ്യത്തെ യുവതിയാണോ? വളരെ ട്രോമയിലുള്ള ഒരു യുവതിയാണ് ഈ ആദ്യം പരാമർശിക്കുന്ന ഗർഭഛിദ്രത്തിലെ യുവതിയെങ്കിൽ ആ യുവതിയും ബന്ധുവും മറ്റൊരു യുവതിയുമായി നേരെ ബംഗളൂരുവിലേക്ക് പോകും. അല്ലെങ്കിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം ഗർഭിണികളാക്കിയ യുവതികളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമില്ലയോ? സാധാരണ നമ്മുടെ ഒരു ബോധമണ്ഡലത്തിനപ്പുറമുള്ള കഥകളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. നിരവധി യുവതികളെ ഗർഭിണികളാക്കി ഗർഭഛിദ്രം ചെയ്തു. ഇതിൽ രാഹുൽ മാങ്കൂട്ടം പ്രതികരിക്കുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഒരുപക്ഷെ രാഹുൽ കരുതുന്നുണ്ടാവും പരമാവധി കഥകളങ്ങ് പ്രചരിക്കട്ടെ, എല്ലാറ്റിനും ഒടുവിൽ എല്ലാത്തിനും ചേർത്തൊരു മറുപടി കൊടുത്താൽ മതി. ഇനി അതല്ല, ഈ പ്രചരിക്കുന്ന കഥകളൊക്കെ സത്യമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നത് രാഹുലിൻ്റെ ഈ നിശബ്ദതയ്ക്ക് മുൻപിലാണ്. മറുവശത്ത് കോൺഗ്രസ് പാർട്ടി യാതൊരു വിധത്തിലും ഒരു സ്വരുമയുടെ ഒരു സ്വഭാവം കാട്ടുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ സതീശൻ ഗ്രൂപ്പ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നു. മറുവശത്ത് പഴയ എ ഗ്രൂപ്പ് ആ നേതാക്കളൊക്കെ ഒരുമിച്ച് രാഹുലിനെ സംരക്ഷിക്കാനുള്ളൊരു തീരുമാനമെടുക്കുന്നു. അത്തരം ചില നീക്കങ്ങൾ നടത്തുന്നു. ഇന്നലെ MMSൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. ഒരു ഗ്രൂപ്പിലും പെടാതെ ഇപ്പോൾ മാറി നിൽക്കുന്ന K മുരളീധരൻ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും ഇപ്പോൾ ഒരു പിന്തുണ നൽകി രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ എന്തുകൊണ്ടാണ് ഈ ഭിന്നത? ഇത് വെറും ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗം മാത്രമാണ്, അതോ ഇനി MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും രഹസ്യമോ ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും തെളിവുമോ പാർട്ടി നേതാക്കളുടെ കയ്യിലുണ്ടോ? ഒരു കോൺഗ്രസിലെ തന്നെ ഒരു മുൻ MP-യുടെ മകളെ പ്രണയിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നും വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നും കഥകൾ പറഞ്ഞല്ലോ. ഇതെന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നിഷേധിക്കുന്നില്ല? സത്യമാണെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നില്ല? ഇവിടെ നമ്മൾ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചില കുറിപ്പുകൾ കാണുന്നു. ഒരു പെൺകുട്ടി ഒരാളെ പ്രണയിക്കുന്നു, അവൾക്കിഷ്ടപ്പെട്ട് ഒരാൾക്കൊപ്പം കിടക്ക പങ്കിടുന്നു. പിന്നീട് ഗർഭിണിയായാൽ അത് വേണോ വേണ്ടോ എന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് അവരുടെ സ്വകാര്യതയാണ്. അതിലേക്ക് നിങ്ങൾ എത്തി നോക്കേണ്ട. അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഉൾപ്പെടെയുള്ള നിരവധി പേർ ശക്തമായ കമൻറ്റുകൾ ഇടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി എത്തിയ മറ്റ് പല വ്യക്തികളുടെയും പശ്ചാത്തലം നോക്കുമ്പോൾ, ഇപ്പോൾ സീമാജി നായരെ പോലെ, TB മിനിയെ പോലെ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന മാധ്യമങ്ങളാണ് ഇവരൊക്കെ കുറ്റം പറയുന്നത്. അതിനൊരു കാരണം നമ്മൾ കാണാതെ പോകരുത്. ഈ സംഭവങ്ങളിലൊക്കെ ഇരയാക്കപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ മുഖമോ പേരോ നമ്മൾ ഒരിടത്തും കേൾക്കുന്നില്ല. അത് കേൾക്കാനും പാടില്ല. പക്ഷേ ഒരു പരാതി ഇതുവരെ ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്ന 18ഓളം പെൺകുട്ടികൾ എന്തുകൊണ്ട് ഒരാൾ പോലും പരാതി കൊടുക്കുന്നില്ല? ഇവരെ എല്ലാം ട്രോമയിലാക്കി ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ പറ്റുന്ന ഒരു കഥാപാത്രമാണോ രാഹുൽ മാങ്കൂട്ടം? അപ്പോൾ അതിശയോക്തി കലർന്ന നിരവധി കഥകൾ പ്രചരിപ്പിക്കുന്നത് വഴി രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ വിശുദ്ധനാക്കാനെ സഹായിക്കൂ. ഇയാളിപ്പോൾ ഒരു അതിമാനുഷ്യനായ ഒരു തലത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത തലത്തിൽ സീരീസ് പീഡനങ്ങൾ, ഗർഭഛിദ്രങ്ങൾ, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമുക്കത് പലതും ദഹിക്കുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ ഈ ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് പോലെ മാധ്യമങ്ങൾ ആരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുന്നത് അത് ശരി തന്നെയല്ല എന്നുള്ളത് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. മറ്റൊരാളുടെ സ്വകാര്യതയിൽ നമുക്ക് കടന്നു കയറാൻ അധികാരമില്ല. പക്ഷേ അപ്പോഴും അവിടെ ഗുരുതരമായ ഒരു വിഷയം, ഗർഭഛിദ്രം നടന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ വൈറലായതാണ്. അത് നിഷേധിക്കാൻ രാഹുൽ തയ്യാറാകുന്നില്ല. ഗർഭഛിദ്രം നടന്നു എന്ന് പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടത് തന്നെയാണ്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര നിസ്സാരക്കാരനുമല്ല എന്ന് നമ്മൾ വ്യക്തമായി കഴിഞ്ഞു.
MLA സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്, ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധിക്ക് ഒരു സമൂഹത്തോട് കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അയാൾ നല്ല ഒരു വ്യക്തി ആയിരിക്കണം, സമൂഹത്തിന് മാതൃകയായിരിക്കേണ്ട ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് ഈ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് രാഹുൽ ഇതിൽ പ്രതികരിക്കുന്നില്ല? ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം അത് AI-യുടെ ഉപയോഗിച്ചുള്ള ശബ്ദമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസ് കൊടുക്കാമല്ലോ? എന്തുകൊണ്ട് അയാൾ തയ്യാറാകുന്നില്ല? ഇതൊരു നല്ല ചോദ്യമാണ്. ഇതിന് നമുക്ക് വ്യക്തമായൊരു ഉത്തരവുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് AI ക്രിയേറ്റ് ചെയ്ത ഒരു ശബ്ദമാണ് അടൂർ പ്രകാശ് പറഞ്ഞു, UDF-ൻ്റെ കൺവീനർ. അത് പക്ഷേ എതിർ പാളയത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത് ക്രൈംബ്രാഞ്ചിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഇത് AI ക്രിയേറ്റഡ് അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ ശബ്ദമാണ് ഇന്ന് തെളിയിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ക്രൈംബ്രാഞ്ചിന് അലട്ടുന്നൊരു പ്രശ്നമുണ്ട്. ഈ ശബ്ദരേഖയുടെ ആധികാരികത തെളിയിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധന വേണം. ഫോറൻസിക് പരിശോധന നടത്തണമെങ്കിൽ ഈ ശബ്ദരേഖ റെക്കോർഡ് ചെയ്ത ആ മൊബൈൽ ഡിജിറ്റൽ ഉപകരണം വേണം. ഈ ഡിജിറ്റൽ ഉപകരണം, ഈ മൊബൈൽ ഫോൺ ഇരിക്കുന്നത് ഇര എന്ന് നമ്മൾ കരുതുന്ന ഏതോ ഒരു അദൃശ്യയായ ഒരു യുവതിയുടെ കയ്യിലാണ്. ഈ യുവതിയെ കണ്ടെത്താതെ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എങ്ങനെ ക്രൈംബ്രാഞ്ചിന് വാങ്ങാൻ കഴിയും? 1. 2, ഈ യുവതി ഈ മൊബൈൽ ഫോൺ കൈമാറാൻ തയ്യാറാകുമോ? പരാതി പോലും പറയാൻ മുന്നോട്ട് വരാത്ത ഒരു യുവതി തൻ്റെ കയ്യിലിരിക്കുന്ന ഏറെ സ്വകാര്യതകളുള്ള ഒരു മൊബൈൽ ഫോൺ കൈമാറുമോ? അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ പരിപൂർണ തലവേദനയിലാണ് ഈ ശബ്ദരേഖ ഒരു വശത്ത്. മറുവശത്ത് പ്രക്ഷോഭ ചോദിച്ച വളരെ നിർണായകമായ ചോദ്യം, എന്തുകൊണ്ട് രാഹുൽ നിഷേധിക്കുന്നില്ല? രാഹുലിന് ഒരു തെറ്റ് പറ്റി കാണും. രാഹുലിന് ആരെങ്കിലുമായിട്ടും ഏതെങ്കിലും ഒരു യുവതിയുമായുള്ളൊരു ബന്ധം അത് തീർച്ചയായും സംഭവിച്ച് കാണണം. കാരണം സാഹചര്യ തെളിവുകൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഊഹിക്കാനേ കഴിയൂ. പക്ഷെ അത് 2 വ്യക്തികൾ തമ്മിലുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമാണെങ്കിൽ, ആ ബന്ധത്തിൽ ആ യുവതി ഗർഭിണിയായെങ്കിൽ, ഏതെങ്കിലും തലത്തിൽ ഗർഭചിത്രം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടന്നിട്ടില്ല, ഗർഭിണിയാവുകയോ അല്ലെങ്കിൽ ഗർഭിണിയാണെന്ന് രാഹുൽ തെറ്റിദ്ധരിക്കുകയോ ചെയ്താൽ, തെറ്റിദ്ധരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്. ഉഭയകക്ഷി സമ്മതപ്രകാരം 2 വ്യക്തികൾ തമ്മിൽ പ്രണയമോ ലൈംഗിക ബന്ധമോ ഉണ്ടായി കാണണം. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഒരു ശബ്ദരേഖ പുറത്തു വരുന്നു, അത് ഞാനല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടിയാൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു യുവതി കരിപൂണ്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അവർ പ്രകോപിതയാകേണ്ട എന്ന് രാഹുൽ കണക്കൂട്ടുന്നുണ്ടാകും. അതിലപ്പുറത്ത് രാഹുലിന് എങ്ങനെ മറുപടി പറയാൻ കഴിയും? 18 യുവതികളെ പീഡിപ്പിച്ചു എന്ന ആരോപണം ഉയരുമ്പോൾ ഞാൻ 18 പേരെ പീഡിപ്പിച്ചില്ല, എനിക്ക് ഒരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നുള്ളൂ എന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ രംഗത്തെത്തിയാൽ, ഒരാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരാളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാലും 18 പേരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാലും ഒരേ തലത്തിലേക്ക് കാര്യങ്ങൾ വളരും. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു ജനപ്രതിനിധിക്ക് പുറത്തേക്ക് ചാടാൻ കഴിയില്ല. പക്ഷേ ഒരു വീഴ്ച രാഹുലിന് സംഭവിച്ചുവെങ്കിൽ അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എങ്കിൽ, യുവതിക്കിതിൽ പരാതിയില്ല എങ്കിൽ, ആ പേരിൽ രാഹുലിനെ ഇതുപോലെ വേട്ടയാടുന്നത് ശരിയല്ല. ഞാൻ പറയുന്നതിൽ വ്യക്തത ഉണ്ടാവണം. ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ജനപ്രതിനിധിയാണ് എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു യുവതിയുമായി ഒരു ബന്ധമുണ്ടായി എന്ന് ധരിക്കുക. ആ യുവതി ഏതെങ്കിലും തരത്തിൽ ഒരു ശബ്ദരേഖ അറിഞ്ഞോ അറിയാതെയോ പുറത്തേക്ക് വിട്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ആ യുവതിയുടേതാണോ ഇനി ഈ ശബ്ദരേഖ വരുന്നത് എന്ന് ഭയപ്പെട്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിലപ്പുറം ഇതൊരു വലിയ രാഷ്ട്രീയ ആക്രമണത്തിലേക്ക് മുന്നതിരിച്ച് വയ്ക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടുമെന്നാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നതിലും തെറ്റില്ല. കാരണം ഇവിടെ പരാതിക്കാരിയില്ല, ഇത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇപ്പം ആൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പ്രായപൂർത്തിയായ ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹബന്ധം തോന്നാം, പ്രണയം തോന്നാം, അവർക്ക് മറ്റെന്തെങ്കിലും ഒരു ലൈംഗിക ബന്ധങ്ങളിലേക്ക് പോകണമെങ്കിൽ അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാഹുൽ അവിവാഹിതനാണ്. മറ്റ് യുവതിയെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ മറ്റ് വിശദാംശങ്ങളില്ല. രാഹുലിന് ഇനിയും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ കടക്കാം. ഒരു ലിവിങ് ടുഗദർ, എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ലിവിങ് ടുഗദർ ആയിക്കൂടാ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളരെ വ്യക്തിപരമായ ഒരു വിഷയം മലീമസപ്പെട്ട് പുറത്തേക്ക് അത് ലീക്ക് ചെയ്യുകയും അത് രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിൽ പല വിധങ്ങളാൽ ചെല്ലുകയും ചെയ്ത് അവരൊരുമിച്ച് ചേർന്ന് ഒരു കൂട്ട ആക്രമണം, അവിടെയാണ് നമുക്ക് സംശയം കൂടുതൽ ജനിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് പിന്നിലെന്ത്? പക്ഷെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം
രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ കഴിയില്ല. പരാതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നം അന്വേഷിക്കാൻ കഴിയൂ. ഇവിടെ നമ്മളൊരു ജനാധിപത്യ ക്രമത്തിൽ ധാർമ്മികത, ശരിയാണ്, ധാർമ്മികത വേണം. പക്ഷേ ധാർമ്മികതയെ വെല്ലുവിളിക്കുന്ന തെളിവുകൾ നമുക്ക് മുന്നിലില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പരാതിക്കാർ മുന്നിൽ വരണം. ഒരു ക്രിമിനൽ കുറ്റം ഒരാളിൽ നമ്മൾ ചാർത്തണമെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയം അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധം, അതിൻ്റെ പേരിൽ നമുക്കതിനെ ഒരു ക്രിമിനൽ പ്രവർത്തനമെന്ന് മാത്രം പറഞ്ഞൊഴിഞ്ഞുകൂടാ. ഊഹാഭോഗങ്ങളുടെ പേരിൽ ഒരു വ്യക്തിയെ നമ്മൾ അപരാധിയായി ചിത്രീകരിച്ചുകൂടാ. അവരെ നമ്മളൊരു കുറ്റവാളിയെ പോലെ കണ്ടുകൂടാ. എനിക്ക് വീണ്ടും ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്. അതായത് നമ്മൾ ഇതിനു മുൻപ് നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരുപാട് ചാനൽ ചർച്ചകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ പലതവണയും അങ്ങ് വലിയ നിലപാടിൻ്റെ രാജകുമാരനായിട്ടുള്ള ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്, മുകേഷിൻ്റെ വിഷയം വന്നപ്പോൾ ആദ്യം തുടക്കത്തിൽ കേസ് എടുക്കാതിരിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ്, പരാതി കിട്ടിയാലേ കേസ് എടുക്കത്തുള്ളോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ച ആളാണ്. അതുമാത്രമല്ല, ഈ സൗമ്യ വിഷയത്തിൽ സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സൗമ്യ കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ടാണോ ഗോവിന്ദച്ചാമിക്കെതിരെ കേരള പോലീസ് കേസെടുത്തത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ച ആളാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, ഈ വോട്ടർമാരോട്, വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരോട് ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്നില്ല? അയാൾ മണ്ഡലത്തിലേക്ക് പോകുന്നില്ല. ഷാഫി പറമ്പിൽ അയാളെ എങ്ങനെയെങ്കിലും മണ്ഡലത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. അഥവാ ഇനി ഒരു തെറ്റ് തനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയാൻ എന്തുകൊണ്ട് അയാൾ തയ്യാറാകുന്നില്ല? വേറെ കാര്യവും കൂടിയുണ്ട് ഇവിടെ ചോദിക്കാനുള്ള. മറ്റൊരു കാര്യം, നമ്മൾ ഉമ്മൻചാണ്ടി എന്നൊരു നേതാവിനെ കാണേണ്ടതാണ്. അദ്ദേഹത്തിന് നേരെ ഒരു സോളാറിന്റെ വലിയൊരു ആരോപണം വന്ന സമയത്ത് എനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചോളൂ എന്ന് സധൈര്യം പറഞ്ഞ ഒരു നേതാവാണ്. ആ നേതാവിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്, അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന ഷാഫിയും രാഹുലും ഒക്കെ. അപ്പോൾ അവർക്ക് ആ ഒരു ക്രെഡിബിലിറ്റി വേണ്ട എന്നാണോ? ഇത് ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമല്ല. മറുവശത്ത് മുകേഷിനെതിരെ ഒരു യുവതി നമ്മൾ കണ്ടതാണ്, പരസ്യമായി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ മുകേഷ് അവരെ പീഡിപ്പിച്ച ഓരോരോ നിമിഷങ്ങൾ അവർ എണ്ണി എണ്ണി പറഞ്ഞു. മുകേഷ് അയച്ച ടെക്സ്റ്റ് മെസ്സേജുകൾ അവർ ലോകത്തിന് കാട്ടിക്കൊടുത്തു. നേരിട്ട് ഇവിടെ ഇര നേരിട്ട് വരികയാണ് ചെയ്തത്. മുകേഷിൻ്റെ കാര്യത്തിൽ അവർ പോലീസിൽ പരാതി നൽകി. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ രാഹുൽ വെല്ലുവിളിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇരയാണ് മുന്നിൽ നിന്നും യുദ്ധം ചെയ്തത്. ഇരയാണ് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് മുകേഷിൻ്റെ കാര്യത്തിൽ. മുകേഷിന് അതുകൊണ്ട് തന്നെ അതിന് ഒരു ബലാത്സംഗ കുറ്റം എന്ന തലത്തിലേക്കാണ് അതിനെ സമൂഹം കണ്ടത്. കാരണം ഇര നേരിട്ട് വന്ന് താൻ പീഡിപ്പിക്കപ്പെട്ടു, താൻ ചതിക്കപ്പെട്ടു, കബളിപ്പിക്കപ്പെട്ടു, തന്നെ ചില സിനിമ മോഹങ്ങൾ തന്ന്, അതുപോലെ തന്നെ അമ്മയിൽ ഒരിടം തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തന്നെ ഇത്തരം ഇംഗിതങ്ങൾക്ക് വിധേയയാക്കിയെന്ന് ഒരു സ്ത്രീ വന്ന് പരസ്യമായി പറയുകയത്. അതുപോലെ മറ്റു ചില കഥാപാത്രങ്ങൾ കൂടി രംഗത്തെത്തി മുകേഷിനെ കൈ ചൂണ്ടി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു. അവിടെ നേരിട്ടിര രംഗത്തുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സമാനമാണ്. ഒരു സ്ത്രീയെ കളത്തിലിറക്കി ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും മ്ലേച്ഛമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, എനിക്കെതിരെ അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി അവിടെ ഞാൻ ആ ഒരു സോളാർ നായികയാണ്, ആ സോളാർ നായികയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞ എല്ലാ അന്വേഷണവും നടക്കട്ടെ, എല്ലാം ജനങ്ങളുടെ കോടതിയിൽ തെളിയിക്കുമെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അപ്പോൾ ആ പ്രതികരണം നമ്മൾ കാണണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണവും ഗർഭമൊക്കെ സ്വയം ഏറ്റെടുത്ത് രംഗത്തിറങ്ങിയതാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വെല്ലുവിളിയോടെ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഗുരുതരമായ തെറ്റുകളാണ്, ഗുരുതരമായ പീഡനങ്ങളാണ്, കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത തലത്തിലുള്ള പെൺവേട്ടയാണ് ഇവിടെ നടന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്രോശം മുഴക്കി ക്രൈംബ്രാഞ്ചിന് ഈ കേസ് ഏൽപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പ്രതികരിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. അതേ നിലപാട് രാഹുൽ മാങ്കൂട്ടവും പറഞ്ഞു. ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലാണല്ലോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, കൈയും പല്ലും നഖവും ഉപയോഗിച്ച് എതിർപ്പോടെ രാഹുൽ വെളിയിലേക്ക് ഇറങ്ങാത്തതിന് പിന്നിൽ ഒരു പക്ഷേ അയാളുടെ ഒരു സ്വകാര്യതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സമ്മർദ്ദം രാഹുൽ അനുഭവിക്കുന്നുണ്ടാകും. അത് ലോകത്തോട് വിളിച്ചു പറയേണ്ട ധാർമ്മികത നമുക്ക് പല തലത്തിൽ ചിത്രീകരിക്കാവുന്നതാണ്. ഇപ്പോൾ രാഹുലും മറ്റൊരു യുവതിക്കും ഇടയിലുള്ള സ്വകാര്യതയാവാം, ഏതെങ്കിലും തരത്തിൽ അവർ തമ്മിലുള്ള ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമാകാം. ആ ബന്ധത്തിൻ്റെ പൊട്ടും പൊടിയുമൊക്കെ പുറത്തേക്ക് ചീറ്റി പല വശങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാം. പക്ഷെ ആ യുവതി പരാതിയുമായി കളത്തിലില്ല. ഏതെങ്കിലും വിധത്തിൽ
ഒരു യുവതി രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും നമ്മളത് ഗൗരവത്തോടെ കാണണം. ഇതിനെ കൂടുതൽ കണിശതയോടെ നമ്മൾ ചർച്ച ചെയ്യണം, കീറി മുറിക്കണം. പക്ഷേ ഇവിടെ യുവതിയില്ല, പരാതിയില്ല, എവിടെയൊക്കെയോ ശബ്ദം മാറ്റി കേൾപ്പിച്ച ഒരു ശബ്ദരേഖ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ശബ്ദരേഖയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയത്താണ്. ഇതുവരെ ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടില്ല ആ ശബ്ദരേഖയുടെ ഉടമയെ ഞങ്ങൾ കണ്ടുപിടിച്ചുവെന്ന്. ഈ ശബ്ദരേഖ എൻ്റേതാണ് എന്ന തലത്തിൽ കേരള പോലീസിനെ ആരും സമീപിച്ചിട്ടില്ല. ഇപ്പോഴും പോലീസ് തപ്പിത്തടയുന്നത് 6ഓളം മാധ്യമ പ്രവർത്തകരുടെ ചുറ്റുവട്ടത്താണ്. അവരെ മൊഴിയെടുക്കലിനായി പോലീസ് ക്രൈംബ്രാഞ്ച് വിളിക്കുമ്പോൾ അവർ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾ കണ്ട കാര്യം റിപ്പോർട്ട് ചെയ്തുവെന്നാണ്. വ്യക്തതയില്ല. ഇതിനിടയിൽ ബംഗളൂരുവിലെ ഈ ഗർഭചിത്രവും ഊഹാപോഹങ്ങളുമൊക്കെ പ്രചരിപ്പിക്കുന്നത് വളരെ അടിസ്ഥാനപരമായ നീക്കങ്ങളാണ്, രാഷ്ട്രീയ ആക്രമണമാണ്. ആ ആക്രമണത്തെ നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. ഇതാണ് ഇതിലെ രാഷ്ട്രീയ പശ്ചാത്തലം, ധാർമ്മികതയുടെ വശം. രാഹുൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം. മറുവശത്ത് രാഹുലിനെതിരെ വളരെ നിഗൂഢമായ ചില ആക്രമണങ്ങൾ നടക്കുന്നു. ഇന്ന് ആ വിക്കിപീഡിയയുടെ പേജ് നമുക്ക് വ്യക്തികൾക്ക് അതിൽ എഡിറ്റർ അല്ലെങ്കിൽ വിക്കിപീഡിയൻ എന്നുള്ള നിലയ്ക്ക് നമുക്കത് എഡിറ്റ് ചെയ്യാം. ഇന്നിപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചുള്ള വിക്കിപീഡിയ പേജിൽ കുറേയേറെ എഡിറ്റിംഗ് നടന്നിരിക്കുന്നു. അതിൽ ഗർഭം കലക്കി എന്നാണ് ടൈറ്റിൽ. ഗർഭം കലക്കി MLA. ഒരു വ്യക്തിയെ നമുക്ക് കുറ്റം ആരോപിക്കാം, കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ അയാൾക്ക് ചില ആനുകൂല്യങ്ങൾ നൽകണം. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം കലക്കിനെ കുറിച്ച് വളരെ ക്രൂരമായി അതിൽ വർണ്ണിക്കുന്നു. ശബ്ദരേഖയെക്കുറിച്ച് പറയുന്നു, ഗർഭഛിദ്രത്തെക്കുറിച്ച് അതിൽ പറയുന്നു. ഇത്തരം ആക്രമണങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം 18 പെൺകുട്ടികളെ ഗർഭിണികളാക്കിയെന്നും ഗർഭഛിദ്രം ചെയ്തു എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ചിലരെ കാണുന്നു. അപ്പോൾ ഇതൊക്കെ ക്രൂരത എന്നല്ലാതെ നമുക്കിതിന് മറ്റു വിശദീകരണമില്ല. രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ച് അക്കാര്യം ചൂണ്ടിക്കാട്ടട്ടെ. അതുവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് രാഷ്ട്രീയ പകയുടെ പേരിലാണ്. അത്തരം ക്രൂരതകളാണ് ഇവിടെ നടക്കുന്നത് എന്നത് വ്യക്തമാണ്. മറുവശത്ത് ഏതെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ, ഒരു ശക്തമായ ഇരയുടെ മൊഴിയുണ്ടെങ്കിൽ ആ ചിത്രം ഇവിടെ നിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ നിശബ്ദനാകുന്നതിന് പിന്നിൽ അയാൾ എന്തെങ്കിലും വേട്ടയാടുന്നുണ്ടാകാം. അത് അയാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു കാര്യമാകാം, അയാളുടെ ഏതെങ്കിലും ഒരു ബന്ധത്തെ ബാധിക്കുന്ന ഒരു സംഭവമാകാം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും പറയാനുള്ളതൊക്കെ പറയട്ടെ, എല്ലാത്തിനും ഒടുവിൽ ഞാൻ പ്രതികരിക്കുമെന്നുള്ളൊരു മനോഭാവമാകാം. പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ചെന്നാൽ അവിടെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് പരസ്യമായി പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയമായി അവർ ഒറ്റപ്പെട്ടു പോകും. കോൺഗ്രസ് തങ്ങളുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ 6 മാസത്തേക്ക് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ പാലക്കാട് മണ്ഡലത്തേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നു ചെന്നാൽ അവിടെ പ്രതിഷേധ സമരങ്ങളുമായി, ശക്തമായ എതിർപ്പുകളുമായി BJPയും LDFും ഒക്കെ രംഗത്തെത്തും. അതിൽ സംശയം വേണ്ട. അപ്പോൾ രാഹുലിനൊരു സംരക്ഷണ വലയം തീർക്കാനുള്ള ഉത്തരവാദിത്വം UDFിനുണ്ട്, കോൺഗ്രസിനുണ്ട്. അവരത്തരം സംരക്ഷണ വലയം തീർത്താൽ, അവർ രാഹുലിനെ അവിടെ പൂർണ്ണമായി ഒരു സുരക്ഷിതനാക്കിയാൽ പല ചൂണ്ടുവിരലുകളും കോൺഗ്രസിന് നേർക്കും UDFിന് നേർക്കും ചെല്ലും. പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളെ പുറത്താക്കിയത്? ഒരു കോൺഗ്രസ്സുകാരനല്ലാത്ത അയാളെ എന്തിനാണ് നിങ്ങൾ മണ്ഡലത്തിൽ സംരക്ഷിക്കുന്നത്? അപ്പം തൻ്റെ പാർട്ടിയെ ഇത്തരമൊരു പ്രതിരോധത്തിലേക്ക് തള്ളിവിടാതിരിക്കാനാകും രാഹുൽ പാലക്കാട്ടേക്ക് ഇപ്പോൾ പോകാതിരിക്കുന്നത്. അത് തൻ്റെ പാർട്ടിയോട് ചെയ്യുന്നൊരു ക്രൂരതയാകുമെന്ന് രാഹുലിന് അറിയാം. മറുവശത്ത് അത്തരം സംരക്ഷണ കവചം ഒരുക്കിയാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരം പറയാൻ വലിയ പെടാപ്പാട് പെടേണ്ടി വരും. പിന്നെ എന്തിനാണ് ഇയാളെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? എന്തിനാണ് ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്? സെപ്റ്റംബർ 15 ഇവിടെ നിയമസഭ ചേരുകയാണ്. ആ നിയമസഭാ ഹാളിലേക്ക് രാഹുൽ വരുന്ന എല്ലാ വഴികളും അടയും. അയാൾ വന്ന് അവിടെ ഒരു സ്വതന്ത്രനായി ഇരിക്കട്ടെ എന്ന് UDF ചിന്തിക്കുന്നുണ്ടാവും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ചില ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഭരണപക്ഷത്തിന് നേർക്ക് കൈ ചൂണ്ടി മുകേഷിന് നേർക്ക് കൈ ചൂണ്ടാം, AK ശശീന്ദ്രന് നേർക്ക് കൈ ചൂണ്ടാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലമായി ഞാൻ കരുതുന്നത്.
എന്തായാലും ഈ രാഹുൽ വിഷയത്തിൽ ഒരു വ്യക്തത എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരേണ്ടതുണ്ട്. അയാൾ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അത് അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം പ്രധാനമായി പറയാനുള്ളത്, ഇതിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തകയാണ്. നിങ്ങൾക്കും ഈ സമൂഹത്തോട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി പത്മ പറയുന്നതും അവരുടെ പോസ്റ്റ്, ലക്ഷ്മി പത്മ മാധ്യമ പ്രവർത്തക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല അവരുടെ പോസ്റ്റിൽ. ആ പെൺകുട്ടിയെ പോയി കണ്ടു എന്നാണ്, പെൺകുട്ടിയെ പോയി കണ്ടു എന്നാണ്. ഇവിടെയാണ് പ്രശ്നം. ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ എല്ലാം അധിക്ഷേപിക്കുക. ഇര എവിടെയാണ്? ആരാണ് ഇര? ഇത്തരം പ്രചരണങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം. അത് ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്നുള്ള തലത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ മാധ്യമ സമൂഹം തന്നെ പല മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് ചൂണ്ടുവിരൽ വരുന്നത്. അപ്പോൾ അതും ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരാതിക്കാരി മുൻപോട്ടേക്ക് വരണം എന്നുള്ളതാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിക്കാരി ഇല്ലെന്നേ, ഉണ്ടെങ്കിൽ മുന്നോട്ട് ഇതിനാ വരികയല്ലേ. അത് പല കാരണങ്ങൾ കൊണ്ടായിക്കൂടെ സാർ? ഇപ്പോ ആ ഓഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒന്നല്ലല്ലോ പലരെ ഗർഭചിത്രം നടത്തിയെന്നും പലരെ പീഡിപ്പിച്ചെന്നും പറയാം. ഒരാൾ വരണ്ടേ? ഒരു ചിലപ്പോൾ ഒരു ഭയം കൊണ്ടായിക്കൂടാ എന്നില്ലല്ലോ. ഏത് ഒരു രഹസ്യമൊഴി ഒരു കോടതിക്ക് മുൻപാകെ കൊടുക്കുക, ഒരു പോലീസിന് മുൻപാകെ കൊടുക്കുക, വേട്ടയാടപ്പെടുന്ന ചരിത്രമാണല്ലോ എല്ലായ്പ്പോഴും ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണെങ്കിൽ ലക്ഷ്മി പത്മ തന്റെ ആ പ്രയോഗത്തിൽ പറയുന്നുണ്ടല്ലോ, ഇപ്പോഴും ആ ഇരയുടെ മനസ്സ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടക്കിക്കിടക്കുകയാണ് എന്നുള്ള ആ ഒരു പ്രയോഗം, അത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇഷ്ടത്തിന്റെ ഒരു കാര്യമാണ് അത് പറയുന്നത്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ ലക്ഷ്മി പത്മയ്ക്ക് നേരെ വലിയ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന UDF-ഉം കോൺഗ്രസുകാരും ഒക്കെ അതിൽ പങ്കാളികളാണ്. അതും ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ രാഹുലിനെ സംരക്ഷിക്കാനല്ല, അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ്. കാരണം ഒരു ജനപ്രതിനിധിയാണ് അയാൾ. ഒരു പെൺകുട്ടിയുമായി ഒരു സ്നേഹം ഉണ്ടാകുന്നത് അതൊരു തെറ്റൊന്നും എന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ ഗർഭചിത്രം നടന്നു. അതുപോലെ തന്നെ ആ ഓഡിയോയിൽ അതിലൊരു ഓഡിയോയിലുണ്ട്, നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്നൊക്കെയുള്ള. ആ ഓഡിയോയുടെ വാസ്തവം എത്രയാണെന്ന് നമുക്കറിയാം. അതൊരു പറഞ്ഞു വന്ന ഒരു എന്താ പറയുന്ന സാന്ദർഭികമായി പറയുന്ന ഒരു വാക്യമാണ്. അവിടെ വെച്ച് അബ്രപ്റ്റ് ആയിട്ട് നിന്ന് പോകണം ഓഡിയോ. അപ്പൊ അത് എഡിറ്റിംഗ് നല്ല വെൽ എഡിറ്റ് ചെയ്താണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എല്ലാവരും ഒരു പരാതി കിട്ടുന്നതിന് വേണ്ടി കിടന്ന് ഓടുകയാണ്. എന്താണ് സംഭവിക്കുന്നത്, അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം.